ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയസ്ഥാനത്തുള്ള പുത്തൻപള്ളിയിലാണ്. പള്ളിയിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ പുത്തൻപള്ളിയുടെ പ്രാധാന്യവും പ്രത്യേകതകളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നുമല്ലാതെ മറ്റൊരു കാഴ്ച കൂടെ നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഇപ്പം തന്നെ ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, എന്താണെന്നുള്ളത് കാണാം. പള്ളിയുടെ സൈഡിലൂടെ വേണം നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് പോകാനായിട്ട്. സോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ തൃശ്ശൂരിലെ പുത്തൻപള്ളി. ഈ ഒരു പള്ളിയുടെ ഒരു പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണ്. ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് കേട്ടോ. ഈ പള്ളിയുടെ സ്ഥാനം മൊത്തം 25,000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ ഇതിൻ്റെ ഒരു വലുപ്പം അല്ലേ. പിന്നെ ഇതിപ്പം ഇതിൻ്റെ ഉൾഭാഗമാണ്. ഞാൻ ഉള്ളിലേക്കൊന്നും പോയി കാണിക്കുന്നില്ല. നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ബൈബിൾ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നും തൃശ്ശൂർ മൊത്തം ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലുള്ളവർ തന്നെ ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇതാണ് ബൈബിൾ ടവർ. പറയാൻ മറന്നു, 260 അടി ഉയരമാണ് കേട്ടോ ഇതിൻ്റെ ഉയരം. പിന്നെ ഈ ഒരു ബൈബിൾ ടവർ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വരാം. ടിക്കറ്റ് ഉണ്ട്. പിന്നെ മൺഡേ ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചു. പിന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. അതാണ് സമാധാനം. വേഗത്തിന് ലിഫ്റ്റിൽ കയറുവാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി പറയണം ഫുൾ ലിഫ്റ്റ് ഇല്ല, ഒരു 4 നില നടന്ന് കയറണമെന്ന്. അപ്പോൾ നമ്മൾ കയറാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ വന്ന് 20ാമത്തെ നിലയിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ വരെ ലിഫ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് 4 നില മുകളിലേക്ക് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ പല എന്താ പറയുക ഭാഷകളിലുള്ള ബൈബിൾ ഉണ്ട് കേട്ടോ. എന്തോരം പഴക്കമുള്ള 1963 വിശുദ്ധ ഗ്രന്ഥം, 61 മുകളിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ 20 ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം തൃശ്ശൂരിന്ന് നോക്കേ. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഇവിടെയാണ് കേട്ടോ കുറച്ചും കൂടെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ അടുത്ത്, മീൻസ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷെ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ്. ഇങ്ങനെ ചെറിയ നിങ്ങൾ കണ്ടുല്ലോ. അപ്പം ഇവിടെയാണ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ തൃശ്ശൂർ റൗണ്ട് ഇതിൻ്റെ 4 ഭാഗം നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ദൂരത്തോളം കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അത്രയും അധികമുണ്ട്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുമ്പം ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുന്നവർ ഉണ്ടാവാം. എന്തായാലും തൃശ്ശൂരിനെ അത്രയും അറിയുന്നവര് ഓരോ കാര്യങ്ങൾ. ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചു കേട്ടോ. ഇങ്ങോട്ട് വാ. നമ്മളുടെ ഇപ്പൊ വന്ന ശക്തിമാർക്കിൽ വന്ന മറ്റേ പാലം, എന്തായാലും പറയാ, പാലമല്ല, എന്താണ് മേൽപ്പാലം,
അല്ലേ? ഈ തൃശ്ശൂർക്കാർക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും എന്താ പറയുക, ഇങ്ങനെ തൃശ്ശൂരിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ ഇങ്ങനെ ഇത്ര വിശാലമായിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്ന വേറൊരു ഇടമുണ്ടോ തൃശ്ശൂരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. അപ്പം ഇത് ജീവിതത്തിൽ കാണാത്തവര് അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ളവർ തന്നെ ഒരുപക്ഷെ മിക്ക ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് വന്ന് കാണുക. ആർക്കും ഇവിടെ വരാം കേട്ടോ. ഇത് പള്ളിയാണെന്ന് വിചാരിച്ച് അങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ടിക്കറ്റ് 20 രൂപ ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ വന്ന് കാണാം. പിന്നെ ഇത്രയും ഹൈറ്റ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ, കുറച്ചധികം പ്രായമായവർക്കൊക്കെ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും കാണാം. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ.